പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 30-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 51-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. മോഷണവും അതിക്രമങ്ങളും പെരുകി വരുന്നതിനോടൊപ്പം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്നതിനാൽ വീടുകൾക്കും പുരയിടങ്ങൾക്കും ചുറ്റും മതിലുകളും ശക്തമായ വേലികളും മനുഷ്യൻ കെട്ടിക്കൊണ്ടിരിക്കുന്നു. മതിലുകൾ കെട്ടിയാൽ ഒരു പരിധിവരെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും ചെറുത്തു നിൽക്കുവാൻ കഴിയും. മതിൽ കെട്ടുന്നതിനോടൊപ്പം തന്നെ ശത്രു കയറാതെ തങ്ങളുടെ വീടുകളെയും കൃഷിയിടങ്ങളെയും സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, തങ്ങളുടെ അതിർ ഉറപ്പിക്കുകയും എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. നാം ഈ വിഷയം ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവസഭ മതിലുകളാൽ കെട്ടിയടച്ച തോട്ടത്തോട് വേദപുസ്തകം ഉപമിച്ചിരിക്കുന്നു. കൂടാതെ ഓരോ വിശ്വാസിയും തങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെയും സുരക്ഷിതത്വത്തിനായി ചില മതിലുകൾ കെട്ടി ഉറപ്പാക്കുവാൻ വചനം അനുശാസിക്കുന്നു. ദൈവവചനത്തിൻ്റെ വൈരിയും ദുഷ്ടനായ സാത്താൻ ഏത് വിധത്തിലെങ്കിലും നമ്മെ തകർത്തു കളയുവാൻ അവസരം കാത്തു കഴിയുന്നതിനാൽ ദൈവമക്കൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരുവന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നതിൽ കൂടെ അവനെ ദൈവത്തോടുള്ള ബന്ധവും അവന് നഷ്ടമാകും. തുടർന്ന് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന് സാത്താന് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയുമില്ല. ദൈവത്തിൽ നിന്നും അകലുന്ന വ്യക്തികളെയും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒടുവിൽ ആ വ്യക്തിയുടെ അവൻ്റെ നിത്യത തന്നെ നശിപ്പിക്കുന്ന രീതി ആയി തീരുവാനിടയാകും. ആത്മീയ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ഉതകുന്ന മതിലുകൾ പണിയേണ്ടത് ആവശ്യമാണ്, അനിവാര്യമാണ്. എന്നാൽ നാം ഉയർത്തേണ്ടുന്ന മതിലുകൾ ഏതെല്ലാമാണ്? രക്ഷിക്കപ്പെടാത്തവർ എന്നും സാത്താൻ്റെ കയ്യിലെ പാവയാണ്. ഏത് വിധത്തിലും അങ്ങനെയുള്ളവരെ സാത്താൻ ഉപയോഗിക്കുവാൻ കഴിയും. ഒടുവിൽ നിത്യനാശത്തിൽ നിന്ന് അവർ നിത്യനാശത്തിലേക്ക് അവസാനിക്കുകയും ചെയ്യും. ആകയാൽ നാം അനുഭവിക്കുന്ന രക്ഷയുടെ ഭദ്രതയിൽ നിന്നും വീഴ്ത്തിക്കളയുവാൻ ശത്രു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ രക്ഷയുടെ മതിൽ സൂക്ഷിക്കണം. നാം രക്ഷയുടെ മതിലുകൾ പണിതുറപ്പിച്ച് കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കെന്നും ദൈവിക സംരക്ഷണവും ഉണ്ടായിരിക്കും. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. നാം ഓരോ ദിവസവും പ്രാർത്ഥനയുടെ മതിലുകൾ പണിയുന്നവരായിരിക്കണം. ജീവിത വിശുദ്ധിയുടെ മതിലുകൾ നാം പണിയണം. ഹാലേലുയ. ചുരുക്കത്തിൽ നാം എപ്പോഴും ഹാലേലുയ ജീവിത വിശുദ്ധിയും വിശ്വസ്തതയുടെ മതിലുകളും പ്രാർത്ഥനയുടെ മതിലുകളും നാം പണിതുകൊണ്ടേയിരിക്കണം. പണിയുന്ന ചുരുക്കം പേരുണ്ടെങ്കിലും ഭൂരിപക്ഷവും യാതൊരു പ്രമാണവും ഇല്ലാതെ ജീവിക്കുകയും വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ആത്മസന്തോഷത്തിൻ്റെയും മതിലുകൾ തകർത്ത് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കൂട്ടർ പലരുടെയും ജീവിതത്തിൻ്റെ മതിലുകൾ തകർക്കുന്നതിനോടൊപ്പം സ്വന്തം ആത്മീയ ജീവിതത്തിൻ്റെ മതിലുകളും തകർക്കുകയാണ് ചെയ്യുന്നത്. അത് അനേക വ്യക്തികളിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടങ്ങളിൽ മതിലില്ലാത്ത പട്ടണത്തിൽ ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ കയറിക്കൊള്ളയിട്ട് നിർമൂലമാക്കുകയും ചെയ്യുമെന്നും നാം തിരിച്ചറിയണം. ആകയാൽ പ്രിയ ദൈവവൈദ്യരെ, ശത്രു നമ്മുടെ മതിലുകൾ തകർക്കാതിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ജാഗരൂകരായിരിക്കാം. ഒരിക്കൽ രാജ്യത്തിൽ യുദ്ധം നടക്കുമ്പോൾ രാജ്യത്തോടു കൂടെ യുദ്ധം ചെയ്യേണ്ട ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയുടെ കുളിസീൻ കാണുവാൻ ആഗ്രഹിച്ചു.
തൻ്റെ പ്രാർത്ഥനയുടെ മതിലുകളെ, വിശ്വാസത്തിൻ്റെ മതിലുകളെ ആമേൻ തകർക്കുവാനിടയായി, പാപം ചെയ്യുവാനിടയായി. അത് മുഖാന്തരം നാഥാൻ പ്രവാചകൻ തന്നിൽ തൻ്റെ കുറവുകളെ ഉണർത്തുകയും താൻ ദൈവസന്നിധിയിൽ കരയുവാനിടയായി. ദൈവമേ, എൻ്റെ സന്തോഷത്തിൻ്റെ ആത്മാവിനെ നീ എടുത്തു കളയില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുവാനിടയായി. തൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ ഇടിഞ്ഞ മതിലുകളെ അവൻ പണിതെടുക്കുവാനിടയായി. നമ്മുടെ ആത്മീയ ജീവിതം നിത്യത വരെ സൂക്ഷിക്കണമെങ്കിൽ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെയും മതിലുകൾ നാം ദിനവും പണിതുകൊണ്ടേയിരിക്കണം. ഇടിഞ്ഞ മതിലിൽ ചിത്രം വരയ്ക്കുവാൻ കഴിയുകയില്ല എന്നതുപോലെ സ്തോത്രം, ഇടിഞ്ഞ യാഗപീഠത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. ആകയാൽ നമ്മുടെ മതിലുകളെ ഇടിച്ചു കളയാതെ മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. പാപത്തിൻ്റെ പാമ്പ് കടിക്കുവാനിടയാകും. വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെയും മതിലുകൾ പൊളിച്ചു കളഞ്ഞാൽ, പ്രിയ ദൈവവൈതലേ, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. സ്തോത്രം, മതിൽ സ്തോത്രം നാം പണിത് നാം ഓരോ ദിവസവും അതിനകത്ത് അനുഗ്രഹമുള്ളവരായി തീരും. നാം അതിൽ പണിതാലുള്ള അനുഗ്രഹങ്ങൾ അനവധി പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ മതിലിൽ ദൈവം കാവൽ നിൽക്കും. സ്തോത്രം, ദൈവം നമ്മുടെ മതിലിന്മേൽ കാവൽ നിൽക്കും. നമുക്കറിയാം, യോബ് തൻ്റെ ജീവിതത്തെ, തൻ്റെ വിശ്വാസ ജീവിതത്തെ ത്യജിച്ച് കളയാതെ, തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാതെ താൻ വിശ്വാസത്തോടുകൂടെ നിന്നതുകൊണ്ട് തന്നെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷി പറയുന്നു. ഹല്ലേലൂയ, എൻ്റെ ഭക്തൻ, അവൻ നിഷ്കളങ്കനായ മനുഷ്യൻ, ദോഷം ചെയ്യാത്ത മനുഷ്യൻ. ഹല്ലേലൂയ, അവൻ യഹോവ ഭക്തനാണ്. അവനെക്കുറിച്ച് ദൈവം തന്നെ അനവധി സാക്ഷ്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനിടയാകും. അതുകൊണ്ട് ആ നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമായ യഹോവ ഭക്തനുമായ ഇയ്യോബിന് ചുറ്റും ദൈവം തീമതിൽ കൊണ്ട് അവനെ സംരക്ഷിക്കുവാനിടയായി. ദൈവിക സംരക്ഷണ മതിലുകൾ ഒരിക്കലും ശത്രുവിന് പൊളിച്ചു കളയുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്തോത്രം അവിശ്വാസ നിമിത്തവും നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥന കുറവ് നിമിത്തം, നമ്മുടെ പാപജീവിതം നിമിത്തം മതിലുകൾ പൊളിയുവാൻ കാരണമായി തീരും. പ്രിയ ദൈവവൈതലേ, ഇന്ന് പ്രഭാതം സ്തോത്രം ഈ വചന സന്ദേശം നിങ്ങൾക്ക് എത്ര പേർക്ക് സ്തോത്രം ഏറ്റെടുക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ പറയട്ടെ, പ്രാർത്ഥനയുടെ മതിലുകളെ പണിയുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽപ്പാൻ, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുവാനിടയാകും. നീ വിശ്വസ്തനാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം മതിലുകൾ പണിത് നിന്നെ സംരക്ഷിക്കുവാനിടയാകും. ദൂതന്മാർ നിനക്ക് വേണ്ടി കാവൽ നിൽക്കും. ഒരു പ്രതികൂലത്തിനകത്ത് നിന്നെ തകർത്തു കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സിംഹക്കുഴിക്കകത്ത് നിന്നും ദാനിയേലിനെ വിടുവിച്ചതുപോലെ, തീച്ചൂളയിൽ നിന്നും എബ്രായ ബാലന്മാരെ സ്തോത്രം വിടുവിച്ചതുപോലെ, ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചതുപോലെ, പ്രിയ ദൈവവൈതലേ, ഇന്ന് പ്രഭാതം പ്രതികൂലത്തിനകത്ത് നിന്നുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, എവിടെയൊക്കെ ശത്രു കോട്ടകളെ തകർക്കുവാൻ പദ്ധതിയിടുന്നുവോ, എവിടെയൊക്കെ തകർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുന്നുവോ, അതിനകത്തു നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതേ, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. ഇന്ന് പ്രഭാതം മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയുടെയോ വിശുദ്ധ ജീവിതത്തിൻ്റെയോ ആരാധനയുടെയോ സ്തോത്രം ആത്മീയ ഭൗതിക ഏതൊക്കെ വിഷയങ്ങളുടെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നുവോ, ഇന്ന് പ്രഭാതം ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് എൻ്റെ മതിലുകൾ ഇടിഞ്ഞുപോയി, കർത്താവേ
എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞുപോയി, എന്നെ വിടുവിക്കണമേ എന്ന് ഇന്ന് പ്രഭാതം ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് പ്രഭാതം നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടിഞ്ഞുപോയ മതിലുകൾ കർത്താവെ, പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം കർത്താവെ, സംസാരക്കുറവുകളിൽ കൂടെ വന്നുപോയ ആമൻ ഇടിവുകൾ കർത്താവെ, നോട്ടം, ചിന്ത, കൊടുക്കൽ, വാങ്ങൽ സകലത്തിലും വന്നുപോയ ആമേ സ്തോത്രം, ഇടിവുകളെ നികത്തുവാൻ, പണിതെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് പകലിൽ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം നാഥ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മതിലുകളെ പണിതെടുക്കുവാൻ ആമേ സ്തോത്രം, നിത്യതയോളം ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ വിശ്വസ്തയോടുകൂടെ ആമേ ഞങ്ങൾ നിലനിൽക്കുവാൻ ആമേ പരിശുദ്ധാത്മാവിൻ്റെ മതിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പ്രഭാതം ഞങ്ങളെ സൂക്ഷിക്കണം, എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വം പങ്കെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.